നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷനും പ്രണയവും തമ്മിൽ എന്താണ് ബന്ധം? അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ പരസ്പര പൂരകങ്ങളാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അവർക്ക് അറിയാനുള്ളത് വളരെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. അതായത് പ്രണയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷനെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാണോ? അതോടൊപ്പം തന്നെ പ്രണയ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഏതെങ്കിലും വിധത്തിൽ അത് തിരികെ കൊണ്ടുവരാൻ സാധ്യമാണോ? ഇതെല്ലാമാണ് പലർക്കും അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ സംഭവങ്ങൾക്കും ഓരോ സാഹചര്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചിന്തകളുമായിട്ട് ബന്ധമുണ്ട് എന്ന്. ചിന്തകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ലോ ഓഫ് അട്രാക്ഷൻ ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ പൂർത്തീകരണത്തിനോ അതോടൊപ്പം ഏതെങ്കിലും വിധത്തിൽ പ്രണയ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു കൂട്ടിച്ചേർക്കലിനോ ഒക്കെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാധ്യമാണ് എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്ന ഒരു വസ്തുതയുണ്ട്. നോക്കൂ, പ്രണയം ലോ ഓഫ് അട്രാക്ഷനിലൂടെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അതായത് നമ്മുടെ ചിന്തകളിലൂടെയാണ് സംഭവിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ചിന്തകൾക്ക് പ്രണയത്തിൽ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും പ്രണയ പരാജയത്തിനും കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തകൾ തന്നെയല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് നോക്കൂ, ഒരു ആൺകുട്ടി അവനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി എന്നിരിക്കട്ടെ. ആ ഇഷ്ടം അവൻ്റെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവളോടത് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അവൻ്റെ അടുത്ത ചിന്ത. അതിനുള്ള എല്ലാ മാർഗങ്ങളും അവൻ്റെ മനസ്സിലൂടെ പല പ്രാവശ്യം ആവർത്തിച്ച് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അവൻ അതേക്കുറിച്ച് തന്നെ കൂടുതൽ ആഴങ്ങളിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ആ പ്രണയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതിന് ഏതൊക്കെ വിധത്തിലൊക്കെ തയ്യാറെടുപ്പുകൾ വേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളും ആ ആൺകുട്ടിയുടെ മനസ്സിലൂടെ പല പ്രാവശ്യം ആവർത്തിച്ച് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം അവൻ്റെ ചിന്തകളുടെ തീവ്രത കൊണ്ട് അവന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവനിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അതായത് അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള മാർഗങ്ങൾ, ഒരുപക്ഷെ അവരെ തമ്മിൽ കൂട്ടിച്ചേർക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ, ഇതെല്ലാം അവരിലേക്ക് അവർ പോലും അറിയാതെ വന്നു ചേരും. അങ്ങനെ ആ പ്രണയം അവർ തമ്മിൽ പരസ്പരം അറിഞ്ഞു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും പിന്നെ ആലോചിക്കുന്നത് അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചായിരിക്കും. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ വളരെ തീവ്രമായിട്ട് ഇഷ്ടം പ്രകടിപ്പിക്കും. ആ വിധത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ചിന്തകൾ ഇതിലേതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു പക്ഷേ രണ്ടുപേരുടെയോ മനസ്സിലേക്ക് കടന്നുകൂടാനുള്ള സാധ്യതകളുണ്ട്. അതൊരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്നുള്ള ആശങ്കയായിരിക്കാം. താൻ പറ്റിക്കപ്പെട്ടു പോകുമോ, താൻ ചതിക്കപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വേവലാതിയുടെ രൂപത്തിലാകാം. അപ്പോൾ എന്തു തന്നെ ആയാലും അതിനാനുപാതികമായിട്ടുള്ള ചിന്തകളായിരിക്കും പിന്നീട് ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിലൂടെ അവർ പോലും അറിയാതെ, ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടോ കടന്നു പോകാൻ തുടങ്ങുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അത്തരം ഗാനങ്ങളോടുള്ള, അതായത് പ്രണയഗാനങ്ങളോടുള്ള ഇഷ്ടം വളരെയധികം അല്ലെങ്കിൽ താരതമ്യേന കൂടുതലായിരിക്കും. പ്രണയഗാനങ്ങൾ സ്വയം കേൾക്കാനും
അതോടൊപ്പം തൻ്റെ പങ്കാളിയോട് അത് പങ്കുവെക്കാനും അവർ പരസ്പരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ പ്രണയഗാനങ്ങളുടെ മറ്റൊരു വശമുണ്ട്. എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രണയഗാനങ്ങളുടെ തുടക്കം തീവ്രമായിട്ടുള്ള ഇഷ്ടത്തിലാണ് എങ്കിൽ, വരികളുടെ ആരംഭം തീവ്രമായിട്ടുള്ള അനുരാഗത്തിലാണ് ആരംഭിക്കുന്നത് എങ്കിൽ, അതിൻ്റെ മുന്നോട്ട് പോക്ക് ഒരുപക്ഷെ ആശങ്കയിലേക്കോ അതിൻ്റെ അവസാനം ഒരുപക്ഷെ വേർപാടിനെക്കുറിച്ചുള്ള വേദനകൾ പങ്കുവെച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കാം, അല്ലേ? തമ്മിൽ എങ്ങനെയാണ് പിരിയുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ തമ്മിൽ പിരിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഒരുപക്ഷെ തമ്മിൽ പിരിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് തനിയെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് തുടങ്ങിയ ആകുലതകൾ പങ്കുവെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഗാനം അവസാനിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും പ്രണയഗാനങ്ങളെടുത്ത് അവയുടെ വരികൾ പരിശോധിച്ച് നോക്കൂ. തീവ്രമായിട്ടുള്ള അനുരാഗം മാത്രമാണോ ആ വരികളിലൂടെ കടന്നു പോകുന്നത്, ആ വരികളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്? അതല്ല, അതിനപ്പുറം വിരഹത്തിൻ്റെ ഏതെങ്കിലും അർത്ഥതലങ്ങൾ ആ വരികളിലൂടെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രണയഗാനങ്ങളിലെ ഈ വിധത്തിലുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള വരികൾക്കും അർത്ഥതലങ്ങൾക്കുമൊക്കെ ഒരു പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഇത്തരം ചിന്താവിത്തുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വിതയ്ക്കാനുള്ള കഴിവുണ്ടാകണം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വിതയ്ക്കപ്പെടാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അതുകൊണ്ട് പ്രണയഗാനങ്ങൾ കേൾക്കുന്നത് പോലും വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തത് മാത്രം, പോസിറ്റീവായിട്ടുള്ള അർത്ഥം വരുന്നത് മാത്രം കേൾക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയുമോ മനസ്സിൽ ചതിക്കപ്പെടുന്നതിനെക്കുറിച്ചോ ഒരുപക്ഷെ പിരിഞ്ഞു പോകുമോ എന്നുള്ളതിനെക്കുറിച്ചോ ഒരു ആശങ്ക വന്ന് കടന്നുകൂടിയാൽ സ്വാഭാവികമായിട്ടും ആ വിത്തും കാലക്രമേണ ഉചിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർന്ന് വലുതാവുക തന്നെ ചെയ്യും. അതിലൂടെ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ കടന്നുകൂടിയ ആ ചിന്ത അതിനാനുപാതികമായ വിധത്തിൽ പ്രവർത്തിച്ച് അവർ തമ്മിൽ വേർപിരിഞ്ഞു പോയേക്കാം. കാര്യം മനസ്സിലായോ? ഇനി മറ്റൊന്ന്, എങ്ങനെയാണ് ശരിക്കും ഇഷ്ടം കടന്നുകൂടി തുടങ്ങിയാൽ അത് ആ പ്രണയത്തിലെത്തുന്നത് വരെയുള്ള അതിൻ്റെ സഞ്ചാരപഥം എങ്ങനെയായിരിക്കും? സദാസമയവും ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം, അവളുടെ ആ ഒരേ ഒരു മുഖം മാത്രം, അവളുടെ ചലനങ്ങൾ മാത്രം, ഒരുപക്ഷെ അവളുടെ വാക്കുകൾ മാത്രം, ഇതെല്ലാം അവൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. ഇനി ഒരു പടി കൂടി കടന്നാൽ ഒരുപക്ഷെ ഈ പെൺകുട്ടിയുടെ ചിത്രമായിരിക്കാം അവൻ്റെ മൊബൈൽ ഫോണിൻ്റെ വാൾപേപ്പറോ അല്ലെങ്കിൽ ഉൾഭാഗത്ത് എവിടെയെങ്കിലും സാധാരണഗതിയിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതോ. ലോ ഓഫ് അട്രാക്ഷൻ ടൂളായിട്ടുള്ള വിഷൻ ബോർഡിൻ്റെ ഫലം അത് ചെയ്യും, അല്ലേ? അവളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് വിഷ്വലൈസേഷൻ്റെ ഗുണം ചെയ്യും. അവളെക്കുറിച്ച് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരുപക്ഷെ സ്വകാര്യ സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ആത്മകഥകളിൽ അവളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തപ്പെടുന്നത് അഫർമേഷൻ്റെ ഫലം ചെയ്യും. ഈ വിധത്തിൽ വിഷ്വലൈസേഷനും അഫർമേഷനും വിഷൻ ബോർഡും എല്ലാം അറിഞ്ഞോ അറിയാതെയോ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ വേർപിരിയലിൻ്റെ ഘട്ടം വരുമ്പോൾ ഇവയെല്ലാം നേരെ വിപരീതമായിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങുക. അവൻ്റെ വിഷൻ ബോർഡിൽ ഒരുപക്ഷെ ചതിക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടവൻ്റെ ചിത്രമായിരിക്കാം. അതോടൊപ്പം അവൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നതോ ഇതിനാനുപാതികമായ അതേ വിധത്തിലുള്ള ചിന്തകളാകാം. ശരിയല്ലേ? അവൻ്റെ സ്വയം സംഭാഷണങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്ത് സംഭാഷണങ്ങളിലോ നിരന്തരമായിട്ട് കടന്നു പോകുന്നതും ഈ വഞ്ചിക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ പോകുന്നവൻ്റെ വേദന തന്നെയാകാം. ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഉറപ്പായിട്ടും നേരെ വിപരീത ഫലം ചെയ്യും. ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ പറയാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ആൺകുട്ടി എന്നുള്ള ഒരു വാക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
നേരെ തിരിച്ചായാലും ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാലും ഇത് തന്നെയാണ് ഫലം, അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ഫലം. അപ്പോൾ ഈ വിധത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടുന്ന ചിന്തകളിലൂടെ അവർ വേർപിരിയും. ഇനി മറ്റൊന്ന്, ഒരു പ്രണയ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ അവയെ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധ്യമാണോ? എങ്ങനെയാണ് വീണ്ടും അതിനെ സമീപിക്കേണ്ടത്? എന്തൊക്കെ ടൂളുകളാണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിന് ആനുപാതികമായിട്ടുള്ള ഒരു അധ്യായമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധ്യമായ വിധത്തിൽ, പുരോഗതിയിലേക്കെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, അതുപോലെ നല്ല ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കുകളോട് കൂടിയ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം വാട്സപ്പിലൂടെ ചെയ്യുന്നുണ്ട്. 21 ദിവസമാണ് അതിൻ്റെ കാലാവധി. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് എങ്കിൽ, അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ 7736298611 എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടൂ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങളും ആ സമയത്ത് പറഞ്ഞുതരാം. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. അറിവിൻ്റെ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയൊരധ്യായമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.